ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഇവിടെ ഇപ്പം വീണ്ടും ഒരു ചൂടൊക്കെ കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ മാസം ഫുള്ള് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ ഒരു ഏപ്രിൽ മാസം മിക്കവാറും എല്ലാ ദിവസവും മഴയായിരുന്നു. മെയ് ആയതിനു ശേഷം മഴ പെയ്തിട്ടേ ഇല്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു മഴക്കാറൊക്കെ മൂടി വരുന്നുണ്ട്. ഒരു 3-4 ദിവസമായിട്ട് ഇങ്ങനെ മഴക്കാർ വരുന്നുണ്ട്, പക്ഷെ പെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരാഴ്ച പെയ്യാണ്ടിരുന്നപ്പോഴത്തേക്കും വീണ്ടും നല്ല ചൂടൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ അമ്മ ഇതാ നമ്മുടെ മധുരക്കിഴങ്ങ് പുഴുങ്ങാനുള്ള പരിപാടിയിലാണ്. മധുരക്കിഴങ്ങ് അതേപോലെ ഞാൻ ഇന്ന് വീട്ടിലാണ് കേട്ടോ, വീട്ടിലൊന്ന് വീഡിയോ എടുക്കുകയാണ്. മധുരക്കിഴങ്ങ് അതേപോലെ തന്നെ ചീമക്കിഴങ്ങ് എന്നൊക്കെ പറയും. ഞാൻ ചീമക്കിഴങ്ങ് പറയാറില്ല കേട്ടോ, മധുരക്കിഴങ്ങ് തന്നെയാണ് പറയുക. ഓരോ നാട്ടിലേക്ക് വേറെ എന്തെങ്കിലും നിങ്ങൾ നാട്ടിൽ പറയാറുണ്ടോ? പൊതുവേ ഇവിടെ മധുരക്കിഴങ്ങ് എന്ന് പറയുക. പിന്നെ എല്ലാവരും ചിലർ സ്വീറ്റ് പൊട്ടറ്റോ, അതതിൻ്റെ ഇംഗ്ലീഷ് പേര് മാത്രം കേട്ടോ. അപ്പോൾ ചേച്ചി ഉണ്ട്. ചേച്ചി ആ ഒരു വെക്കേഷൻ കഴിഞ്ഞ മാസമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു പകുതി എപ്പോഴാണ് വന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ കുട്ടികൾക്കല്ല അച്ഛനും ബുക്കൊക്കെ വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടിപ്പം 2-3 ദിവസമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞോളൊക്കെ വന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അപ്പോഴൊക്കെ വീഡിയോസ് എടുക്കണം എന്ന് വിചാരിച്ചു. വന്നപ്പോൾ പിന്നെ ഞങ്ങൾ എന്താ പറയുക, വീഡിയോ എടുത്തിട്ടില്ല. ഇങ്ങടെയിലൊക്കെ മിക്കവാറും കറങ്ങാൻ പോകും അങ്ങനെയൊക്കെ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ കുടകിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടത്തുള്ള ഒരു വീഡിയോയും കൂടെ കുറച്ച് ഭാഗങ്ങൾ ഇന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ അന്ന് ഫുള്ളൊക്കെ എടുക്കണമെന്ന് വിചാരിക്കും. പക്ഷേ എല്ലാവരും കൂടെ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ എൻജോയ്മെൻറ്റ് പോകും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ എടുക്കാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ ഇങ്ങനെ ഈ മുളക് കുറച്ചിട്ട്, സാധാരണ നമ്മൾ വലിയ മുളകല്ലേ, പച്ചമുളകാണ് മോരിൽ മുക്കിയിട്ട് മുളകും കൊണ്ടാട്ടം ഉണ്ടാക്കുമല്ലോ. അമ്മ ഇതുകൊണ്ട് ഉണ്ടാക്കും കേട്ടോ, നമ്മുടെ ഈ ഒരു വെള്ളമുളക് കൊണ്ട്. അതും രസം തന്നെയാണ് കഴിക്കാനായിട്ട്. അപ്പം അതിനായിട്ടുള്ള പറിക്കുകയാണ്. പിന്നെ അച്ചുവൊക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടമാണ് മുളകും കൊണ്ടാട്ടം. അത് അധികം എരിവ് പാടില്ല. അപ്പോൾ അധികം മൂക്കണതിന് മുന്നേ തന്നെ പച്ചമുളകാണെങ്കിലും വീട്ടിലുള്ള കുറച്ചുണ്ട്. അപ്പം അത് നല്ല മൂപ്പെത്തുന്നതിന് മുന്നേ പറിച്ചിട്ട് ഇതേപോലെ മോരിലിട്ട് വെക്കും. അപ്പം പിന്നെ കഴിക്കാൻ കുട്ടികൾക്കാണെങ്കിൽ നല്ല ഇഷ്ടപ്പെടും. ആ ഒരു ഉപ്പും ഇതൊക്കെ പുളിയൊക്കെ വരുമ്പോൾ നല്ല രസമാണല്ലോ കഴിക്കാനായിട്ട്. പച്ചമുളകൊക്കെ അതങ്ങനെ ഇപ്പം ആയി വരും. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സാധാ പോലത്തെ നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കുമല്ലോ. അപ്പം കയ്പ്പക്കയും അതുപോലെ പയറും കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെ നമ്മൾ തൈരും അതിലേക്ക് ഉപ്പിട്ട് വെച്ചിട്ട് ഈ ഒരു മുളകാണെങ്കിലും എന്താ വെച്ചാൽ അതിലേക്ക് ഇട്ട് വെക്കും. 2 ദിവസം ഇടും. അതിന് ശേഷം നമ്മൾ വെയിലത്തിട്ട് ഉണക്കും. വീണ്ടും വൈകുന്നേരം ഈ ഒരു സെയിം തൈരിലേക്ക് തന്നെ കൊണ്ടിടും. അങ്ങനെ ആ ഒരു തൈര് തീർന്ന വരെ അതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് അങ്ങനെ ഉണക്കിയെടുത്തിട്ട് സൂക്ഷിച്ചാൽ കുറേ കാലം അത് കേട് വരാണ്ട് സൂക്ഷിക്കാം. നമുക്ക് ചോറിനൊക്കെ ആവശ്യത്തിനടുത്ത് വറക്കൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഇത്തവണ ചക്കയും മാങ്ങയും ഇവിടെ ഇല്ല തോന്നുന്നില്ല. മിക്കവാറും എല്ലായിടത്തും നാട്ടിലൊക്കെ ആണെങ്കിലും എല്ലാവരും പറയുന്നുണ്ട് മാങ്ങയൊക്കെ ഇഷ്ടം പോലെയാണ്. മാങ്ങയും ചക്കയാണെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊന്നും ആർക്കും ചക്കയൊന്നും വലിയ പൊളിങ്ങില്ല. ഇത്തവണ നമ്മൾ 2-3 ചക്കയൊക്കെ ഇട്ട് വറുത്തുണ്ടായിരുന്നു കേട്ടോ. ചക്ക വറുത്ത് കഴിഞ്ഞാൽ നല്ല രസമാണല്ലോ, അത് നന്നായിട്ടിരുന്ന് കഴിക്കും. 2-3 ചക്കയ്ക്ക് ഇപ്രാവശ്യം വറുത്തുണ്ടായിരുന്നു കുഞ്ഞോള് വന്ന ടൈമിലൊക്കെ. പിന്നെ മാങ്ങയൊക്കെ ഇങ്ങനെ പഴുത്ത് വരുന്നുള്ളൂ കേട്ടോ. അപ്പം ഒരാഴ്ചയൊക്കെ ആയിട്ട് ഇങ്ങനെ മാങ്ങ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കിട്ടും. അങ്ങനെ കഴിച്ച് വരുന്നുള്ളൂ. പിന്നെ നാട്ടുമാവ് ഉണ്ടല്ലോ, അത് ഞാൻ എപ്പോഴൊക്കെ പറഞ്ഞു, നമുക്ക് വീണ്ടും 3 ടൈപ്പ് നാട്ടുമാവുണ്ട്. അതിങ്ങനെ ഒരേ ലെവലിൽ പണ്ടെപ്പോഴും വെച്ചതാണ് ഉണ്ടാകണമെന്ന് അറിയില്ല. 3 വേറെ വേറെ ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ പായി വരുന്നേ ഉള്ളൂ. അതിൽ നല്ല ടേസ്റ്റുള്ളൊരു മാവുണ്ട് കേട്ടോ. അതിൽ പ്രാവശ്യം വാങ്ങിയില്ല, ബാക്കി 2 കണ്ടുപിടിച്ച് ആ ചിരിച്ചപ്പോഴേക്കാനെ മൊത്തം ഒളിച്ചേ. അമ്മ ചാരുനെ കാണുന്നില്ലേ? ചുണ്ടരി ആയിരുന്നല്ലോ. ആര്? ഓ സുന്ദരി എവിടെ? ഓ നമ്മുടെ സുന്ദരി എവിടെ? താഴെയോ? എന്താ കാലിലെന്താ? പൂച്ചേന്റെ ചേച്ചി പൂജാറോ മ്യാവുന്ന്. ഒരു വിറക്കല്ലേ ആണോ? ഞങ്ങളപ്പോൾ കുറച്ച് പേരക്കമാങ്ങ കിട്ടിയിട്ടുണ്ടത് മുറിച്ച് കഴിക്കാണ് കേട്ടോ. പേരക്കമാങ്ങ നല്ല രസമാണ്. അതിങ്ങനെ പഴുക്കണമെന്നല്ല, നല്ല ചെനച്ചിനാൽ തന്നെ നല്ല രസമല്ലേ. എന്താ പറയുക, ആ ഒരു ചെറിയ പഴുപ്പ് വരുന്ന സമയത്ത് തന്നെ അത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കഴിക്കുകയാണെങ്കിൽ എന്തായാലും ഇരിക്കുന്നത്. അങ്ങനെ പച്ചയ്ക്ക് കഴിക്കാൻ പോലും അടിപൊളിയായിട്ടുള്ള മാങ്ങ പേരക്കമാങ്ങ. പിന്നെ അതല്ലാണ്ട് ചില മാവുണ്ട് ഇവിടെ നമ്മളെ വീടിൻ്റെ ഇടയ്ക്കും വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു മാവുണ്ട് കേട്ടോ. അത് ഒരു വലിയ മാങ്ങ ടേസ്റ്റ് ഉണ്ടാവില്ല, പക്ഷേ അതിങ്ങനെ ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ നല്ല രസമാണ്. മഴക്കാലത്തേക്ക് ഇനി ഇങ്ങനെ മാങ്ങ തുടങ്ങി കഴിഞ്ഞാൽ ഒരു ജൂൺ മാസം ജൂലൈ പകുതി വരെയൊക്കെ മാങ്ങ ഇങ്ങനെ ഇഷ്ടംപോലെ കഴിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. ഒരുപാട് മാവും ഉണ്ട്, അതേപോലെ തന്നെ കുറേ മാങ്ങയും അങ്ങനെ കഴിക്കാനുണ്ടാവും. നാട്ടുമാങ്ങയാണ് പ്രത്യേകിച്ചും. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് രാവിലെ പെറുക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ഇപ്രാവശ്യം നമ്മൾ മാങ്ങ
ബെല്ലൊട്ടൊന്നും പുഴുക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മാവ് ഇങ്ങനെ കുറച്ച് മാങ്ങ വീണ് വീണ് പഴുത്തായി കഴിഞ്ഞാൽ മധുരം വെച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അമ്മ പറഞ്ഞു ആയിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പം കുറച്ചൊന്നും കിട്ടിയുള്ളൂ. ഒരു 10-15 കിട്ടിയപ്പോൾ അത് പുഴുങ്ങാൻ പറഞ്ഞിട്ട് ഞാനവിടെ പെറുക്കി വെച്ചിട്ട് വീട്ടിലേക്ക് വന്നതാണ്. ചാരു ഇങ്ങനെ മാങ്ങ കഴിക്കും, ചാരുവിനും മാങ്ങയൊക്കെ നല്ല ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ നിച്ചൂട്ടൻ ഒരു മാങ്ങ ചക്ക ഇതൊക്കെ എന്തൊരു മടിയാണ് കഴിക്കാമെന്നറിയോ, അവന് വലിയ താല്പര്യമില്ല. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മളെ അമ്മയുടെ ഫാമിലിയാണ്, അമ്മേൻ്റെ ഫാമിലിയാണ്. എന്നെ കാണുന്നില്ല, ഞാനാണ് നല്ല ക്യാമറമാൻ കേട്ടോ. അതുകൊണ്ടാണ് ഞാനപ്പോൾ അവരെല്ലാവരും ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ കുഞ്ഞൊരു വീഡിയോ എടുത്തു എന്ന് മാത്രം. കടൽമാടുള്ള നമ്മളെ ഫാമിലിയാണ് ആ കണ്ടത്. അപ്പം അമ്മ എപ്പോഴും ആ ഒരു മുളക് കീറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒന്ന് മഴ പെയ്യും കേട്ടോ, ഒന്ന് മഴ ഇല്ലാതെ പെട്ടിട്ട് സങ്കടപ്പെട്ടേ കൊണ്ടാന്നിരിക്കും. മഴ ഇങ്ങനെ നല്ലോണം കയറി വരുന്നുണ്ട്. പുല്ലൊക്കെ ഉണ്ടല്ലോ, കഴിഞ്ഞ മാസം നല്ല സുഖമായിരുന്നു. കഴിഞ്ഞ വർഷം തന്നെ അങ്ങനെ മഴ കുറവായിട്ട് നനയ്ക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എനിക്കൊരു നനയ്ക്കലിനെ പണി. കാരണം രാവിലെ എന്തായാലും വൈകുന്നേരം നനച്ച് കഴിഞ്ഞാൽ പിന്നെ വെയിൽ വരും, ഫുള്ള് ഡ്രൈ ആയിപ്പോവും പുല്ല്, പിന്നെ വീണ്ടും വൈകുന്നേരം നനയ്ക്കണം. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരുപാട് നനയ്ക്കലിൻ്റെ പണി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ വർഷം നമുക്ക് ഈ ഏപ്രിൽ മാസം ഫുള്ള് മഴ ഉള്ളത് കൊണ്ട് എനിക്ക് നനയ്ക്കേണ്ടേ വന്നിട്ടില്ല. വേനൽ അങ്ങനെ ബാധിച്ചിട്ടേ ഇല്ല. ഇപ്പം ഈ ഒരു 10 ദിവസമായിട്ടാണ് മഴ അങ്ങനെ കുറവുള്ളത്. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ മൂടി വരുന്നുണ്ട്, മഴ പെയ്യാനുള്ള സാധ്യത വളരെയേറെ കാണുന്നുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇനി കുറച്ച് ചെരുപ്പുകൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ആമസോണിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ചെരുപ്പുകളാണ്. അടിപൊളി വെച്ചാൽ നല്ല ക്വാളിറ്റി ഉണ്ട്, അതേപോലെ തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറച്ച് ചെരുപ്പുകളാണ്. നിങ്ങൾക്കപ്പോൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാണിക്കുന്നതിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പം ഇതൊരു മെറൂൺ അതേപോലെ തന്നെ വൈറ്റ് ആ ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഷൂ മോഡൽ വരുന്ന ഒരു ചെരുപ്പാണ് കേട്ടോ. ബാക്കിൽ ഇങ്ങനെ ഹുക്ക് ആൻഡ് ലൂപ്പ് വരുന്ന ആ ഒരു ഡിസൈനാണ് വരുന്നത്. ഇടാനൊക്കെ ആണെങ്കിൽ നല്ല കംഫർട്ടാണ്. 700 അങ്ങനത്തെറ്റാണ് എൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഇതിന് നമുക്ക് വേറെ ഒരുപാട് കളേഴ്സ് ഉണ്ട്, അതായത് ഗ്രീന്, പർപ്പിള്, ബ്ലാക്ക്, യെല്ലോ, വൈറ്റ്, അങ്ങനെ ഒരുപാട് കളേഴ്സിൽ ആ ഒരു ഷൂ ടൈപ്പിൽ വരുന്ന ചെരുപ്പ് വരുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ എന്താ പറയുക, ഇത് മാത്രമായിട്ട് ദിവസം മേടിച്ചാണ് കേട്ടോ. എന്താ വെച്ചാൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അപ്പോൾ കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന കുറച്ച് കല്ലെന്ന് വെച്ച ചെരുപ്പ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി മേടിച്ചാണ്. ഇത് മോച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ചെരുപ്പാണ്. നല്ല ഭംഗി വെച്ചാൽ നല്ല ഇങ്ങനത്തെ ഞാൻ എടുത്തത് ടെമ്പിൾ ഗോൾഡ് ആ ഒരു കളറാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ നമുക്ക് റോസ് ഗോൾഡിലും അതേപോലെ തന്നെ ബ്ലാക്കിലും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഒരു കല്യാണത്തിന് മേടിച്ചോണ്ടല്ലേ, നാട്ടിൽ ചെറിയച്ഛൻ്റെ മോളെ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ നമ്മൾ പോയി വന്ന് പാലക്കാടായിരുന്നു. അങ്ങനെ പോയി വരുന്ന വഴിക്കാണ് കുഞ്ഞോളെയൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ കുഞ്ഞോള് പോയിട്ടോ, അവരുടെ വീടിൻ്റെ വാർപ്പാണ്, അതുകൊണ്ട് അവൾ കഴിഞ്ഞ ദിവസം പോയി. അല്ലെങ്കിൽ അവൾക്ക് കുറേ ദിവസം വെക്കേഷൻ നിൽക്കുമായിരുന്നു, വീട് പണി നടക്കണേ കൊണ്ട് അവൾ പോയി. അപ്പോൾ ആ കല്യാണത്തിന് ഇടാൻ വേണ്ടി ഞാൻ മേടിച്ചിട്ടുള്ള ഒരു ചെരുപ്പാണ്. 1400 റേഞ്ച് വരുന്നുണ്ട്. പക്ഷേ നല്ല രസമുള്ള ചെരുപ്പാണ്. അപ്പോൾ ആ ഒരു ഡ്രസ്സിൽ ഈ ഒരു സ്റ്റോൺ ഇങ്ങനത്തെ ഒരു കളറില്ലേ, അങ്ങനത്തെ ഒരു സ്റ്റോണും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ചെരുപ്പ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നല്ല കുറച്ച് എന്താ പറയുക, നമുക്ക് നോർമൽ ജീൻസ് ഒന്നും ഇടാൻ പറ്റില്ല, അല്ലാണ്ട് കുറച്ച് ട്രഡീഷണൽ ആയിട്ട് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയിൽ പോകുന്നൊരു ചെരുപ്പാണ്. പിന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു ഷൂ മോഡലാണ് നേരത്തെ കണ്ടായിരുന്നത്. ബാക്കിലേക്കില്ല, ഇങ്ങനെ ഫ്രണ്ടിൽ മാത്രമായിട്ട് ഡിസൈൻ കേട്ടോ. ഞാൻ എപ്പോഴും ചെരുപ്പൊക്കെ മേടിക്കുന്നത് 5 UK ആണ് കേട്ടോ സൈസ് മേടിക്കുക. ഷൂ ആവുന്ന സമയത്ത് എപ്പോഴെങ്കിലും 6 UK വേണ്ടി വരാറുണ്ട്. നേരത്തെ കണ്ടതൊക്കെ ആ ഒരു ഷൂ ടൈപ്പിൽ വരുന്ന 6 UK കറക്റ്റായിരുന്നു. പക്ഷേ ഇത് ഞാൻ 6 UK എടുത്തപ്പോൾ കുറച്ച് ബാക്കിൽ വലിപ്പം കൂടുതലുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഷൂ നമ്മളെ കറക്റ്റ്, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെരുപ്പ് എടുക്കുന്നതിൻ്റെ സെയിം സൈസ് എടുക്കുക. നമ്മൾ ആദ്യം കണ്ടതൊക്കെ ആണെങ്കിൽ ആ ഒരു മെറൂണും വൈറ്റും കണ്ടില്ലേ, അതാകുമ്പോൾ ഒരു സൈസ് കൂട്ടിയെടുക്കണം, അപ്പോഴാണ് കറക്റ്റ് ആവുക കേട്ടോ. പിന്നെ ഇതെനിക്ക് കുഴപ്പമില്ല, അങ്ങനെ ഉള്ളൊരു ചെരുപ്പാണ്. അങ്ങനെ ഒരുപാട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല, കാരണം നമ്മളെപ്പോഴും കാണുന്ന ഒരു മോഡൽ തന്നെയാണ്, ഒരുപാട് വെറൈറ്റിയും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര മോഡേൺ സംഭവം ഒന്നും പറയാനില്ല. ഇതിലും നമുക്ക് വേറെ വൈറ്റ് അങ്ങനെ തന്നെ 2-3 കളർ ഓപ്ഷനും കൂടെ വരുന്നുണ്ട്. ഏകദേശം ഒരു 2700-800 ആ ഒരു റേറ്റിനൊക്കെയാണ് ഈ ഒരു ചെരുപ്പ് വരുന്നത്. ഇടാനും വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഈ കാണുന്ന ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ഇതും ഈ ഒരു ഷൂ മോഡൽ വരുന്നതാണ്. ഇത് പക്ഷേ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള സംഭവം കേട്ടോ. ഈ ഒരു ബ്ലാക്ക്, ഇത് നമുക്ക് വേറെ കളേഴ്സൊക്കെ വരുന്നുണ്ട്. ഇതും ഇടാനായിട്ട് ഭയങ്കര സൂപ്പറായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇട്ട് കാണുമ്പോൾ തന്നെ നമ്മളുടെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഷൂ മോഡലിൽ വരുന്നത് തന്നെയാണ്. നല്ല സംഭവമാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ എല്ലാത്തിനും നിങ്ങൾക്ക് ഏതാ വേണ്ട വെച്ചാൽ എല്ലാത്തിൻ്റെ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു ആമസോണിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. ഒന്നുകൂടെ ഉണ്ട്, ഇത്
ഞാൻ മേടിക്കുന്ന സമയത്ത് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ വന്ന സമയത്ത് ഇടാനായിട്ട് ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന നല്ല ഭംഗിയുള്ള ചെരുപ്പാണ്. ഈ ഒരു കളർ തന്നെയാണ്, ഇതിൽ വേറെ കളേഴ്സ് ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിന് ഏകദേശം 400 അങ്ങനെയൊക്കെയാണ് റേറ്റ് വന്നത്. എന്താ വെച്ചാൽ കറക്റ്റ് റേറ്റ് വരാത്ത അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ ദിവസം കൊണ്ടുവരാൻ ചിലപ്പം റേറ്റ് നന്നായിട്ട് മാറും. ചിലപ്പോൾ വല്ല സെയിലിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് ഡിഫറൻസ് വരുന്നു കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ അടുത്തൊരു പുതിയ ഫുഡ് വെയർ എന്ന് പറയുന്നത്. ഉണ്ടോ വെച്ചത് ടൂട്ടോ ചാനോ ഹായ് ചാരുട്ടാ കഴിക്കുള്ള ചീച്ചി തന്നെ. ഷൂവിലല്ല പറിക്കാൻ ഒന്നുള്ളല്ലോ പച്ചാന്. എനിക്ക് ഊരി കളയോ. വീഡിയോ എടുക്കലെന്ന് ചേച്ചി പറഞ്ഞു കുറേ ചാരുവിൻ്റെ ഫോട്ടോ എടുത്തിട്ട്, അപ്പോൾ ഡ്രസ്സ് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചാരുവിനെ മാറ്റി കൊടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇത് അന്ന് ഞാൻ പറഞ്ഞില്ലേ ടൂർ പോയിട്ടുണ്ടായിരുന്നു. അന്ന് കുഞ്ഞോൾ വന്ന സമയത്ത് ഞാനും ഏട്ടനും നിച്ചും അതേപോലെ തന്നെ കുഞ്ഞോളും മണിക്കുട്ടിയും ശ്രീകുട്ടി ചേച്ചി നിച്ചു ചാരു ഞങ്ങളെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ മാനന്തവാടി അങ്ങനെ വഴി കൂർഗ് നമ്മളെ കൊടുക്കുണ്ടല്ലോ അവിടെ പോയി. അതിന് ശേഷം അന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും മൈസൂരിലേക്ക് പോയിട്ട് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം ഞങ്ങൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കൂർഗിൽ അവിടെ മെയിനായിട്ട് നമുക്ക് കാണാൻ എന്തൊക്കെ വാട്ടർഫാൾസൊക്കെ ഉണ്ട്, അവിടെ പോയില്ല. ഇത് നമ്മളൊരു ഗോൾഡൻ ടെമ്പിളാണ് കേട്ടോ, നമ്മളെ ഒരു മൊണാസ്റ്ററി എന്ന് പറയും. നമ്മുടെ ടിബറ്റൻ നമ്മൾ ഈ ഒരു ബുദ്ധമതക്കാരുടെയും തോന്നുന്നുണ്ട്, അവരുടെ ഒരു മൊണാസ്റ്ററിയാണ് സംഭവം. അവർ പഠിക്കുന്നത് അങ്ങനെ എന്തൊക്കെയോ അവരവരുടെ താമസവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. ഭയങ്കര സൂപ്പർ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അവരുടെ ഒരു ടെമ്പിളൊക്കെയാണ്. അതിൻ്റെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ കുറേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള ഷോപ്പുകളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ടിബറ്റൻ മാർക്കറ്റൊക്കെ കാണില്ലേ, ആ ഒരു വൈബാണ് അവിടെ ചെല്ലുമ്പം. അതേപോലെ തന്നെ അവിടെ തന്നെയുള്ള ആ ഒരു ടൗൺ ഉണ്ടല്ലോ, ആ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു ആൾക്കാരുണ്ടാവുമല്ലോ. നമ്മളിങ്ങനെ കുറേ പാടം എനിക്ക് അറിയാൻ പറ്റിയ നമ്മൾ സിനിമ അക്കൂസട്ടു സിനിമ എനിക്ക് ഓർമ്മയുണ്ടോ? അക്കൂസട്ടു സിനിമയല്ല, യോദ്ധ സിനിമയിൽ കാണാറില്ലേ, അങ്ങനത്തെ ആൾക്കാരാണ് അവിടെ കൂടുതലും കാണട്ടെ. അതേപോലത്തെ അവരുടെ ആ ഒരു ഡ്രസ്സൊക്കെ ആയിട്ട് എല്ലാവരും നമുക്ക് കാണുമ്പോൾ ഒരേപോലെ തോന്നും. ആ ഒരു ഇതിലാണുള്ളത് കണ്ടോ. ആ ഒരു ബിൽഡിങ്ങൊക്കെ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ അവരുടെ വീഡിയോസ് അങ്ങനെ എടുക്കാൻ പാടില്ല നേട്ടം പറഞ്ഞുകൊണ്ട് ഞാൻ അവരങ്ങനെ എടുത്തിട്ടില്ല. ഫുൾ നമ്മൾ ആ ഒരു ടൗണിൽ കൂടെയും അതേപോലെ തന്നെ ഇവിടെ ചെന്ന് കഴിഞ്ഞാലൊക്കെ ആ ഒരു ആൾക്കാരെ കണ്ടോ, ആ ബാക്കിൽ കൂടെയൊക്കെ പോകുന്ന ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ. അതേപോലെ തന്നെ ഭയങ്കര ആ ഒരു അമ്പലം എന്നാണോ അതിൻ്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് ടെമ്പിൾ, ശരി അമ്പലം തന്നെ, ഉള്ളിൽ ഭയങ്കര കാമായിട്ട് ഇരിക്കാനുള്ള കുറച്ച് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ചെറിയ എന്താ പറയുക തലാണയല്ലല്ലോ, അതേപോലെ സംഭവമുണ്ട്, കുഷ്യൻ പോലത്തെ വരുന്നുണ്ട്. അതിൽ നമുക്കവിടെ സ്വസ്ഥമായിട്ടിരിക്കാം, പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പം ഞാൻ നോക്കുന്നത്, ഞാൻ അധികം വീഡിയോസ് എടുത്തില്ല, കാരണം എനിക്ക് എടുക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ഉള്ളിൽ ഭയങ്കര ഇരുട്ട് പോലെ തോന്നിയിരുന്നു. ഇപ്പം ഞാനത് എൻ്റെ ഫോണിലേക്ക് മാറ്റിയിട്ട് എഡിറ്റ് ചെയ്യുമ്പോഴാണ് അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ എനിക്ക് ക്ലാരിറ്റി ഉള്ളത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ വീഡിയോസ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫോട്ടോസും കുറവായിരുന്നു അവിടെ നിന്ന് എടുത്തിട്ടുള്ളത്. പക്ഷേ ഭയങ്കര രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട് കേട്ടോ. എന്താണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം. നമ്മൾ നോർമലി കാണുന്ന ആ ഒരു ടെമ്പിൾ മോഡലല്ല, ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ടിബറ്റൻ അവരുടെ തന്നെ അങ്ങനെ അമ്പലങ്ങളൊക്കെ നമ്മൾ ചൈനയിലൊക്കെ നമ്മൾ ഇങ്ങനെ കാണില്ലേ, ഏതൊക്കെ സിനിമകളിലൊക്കെ കാണില്ലേ, അതേപോലത്തെ ഒരു സംഭവമാണ് കാണാനായിട്ടൊക്കെ ഉണ്ട്. പിന്നെ കുറേ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഗാർഡൻ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോയിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ മാർക്കറ്റ് ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാം, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ അവരുടെ പ്രത്യേക ആ ഒരു രീതിയിലെ ഫുഡ് കിട്ടുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട്, സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് മൈസൂർ പോയി, സൂവിലൊക്കെ പോയിട്ട് അങ്ങനെ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബൈ.